എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞാനിതുപോലൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ്. ചെയ്യാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല, ഒരു സന്തോഷം നിറഞ്ഞ അവസ്ഥയായിരുന്നില്ല. ഇപ്പോഴും അവസ്ഥ അങ്ങനെ പറയാൻ മാത്രം മാറ്റം വന്നിട്ടല്ല, പക്ഷേ നമുക്ക് മുന്നോട്ട് ഇനി പോയി പറ്റൂ എന്നുള്ളതുകൊണ്ട് കുറേ മാറ്റങ്ങൾ വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ കശുവണ്ടി ഉണ്ടല്ലോ, അത് വറുക്കലാണ് കേട്ടോ. അത് ചെറുപ്പത്തിലൊക്കെ കുറേ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ചെയ്യാറുമില്ല. ഞങ്ങൾക്ക് അമ്മാമ്മയാണ് ഞങ്ങൾക്കിങ്ങനെ കശുവണ്ടി വറുത്തൊക്കെ തരാറ്. അത് മുറ്റത്ത് അടുപ്പിൽ വെച്ചിട്ടൊക്കെ ചെയ്യാറ് കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടുള്ള അടുപ്പിൽ. ഇതിപ്പോൾ ഞാൻ ഏറ്റെടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു കശുവണ്ടിയുടെ ഇതുള്ളൂ കേട്ടോ, കശുമാവുള്ളൂ. അതും വന്ന് കിട്ടിയ മാങ്ങ കിട്ടിയിട്ട് അമ്മ എടുത്ത് വെച്ച് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ, ഉണ്ണികളുടെ ഒരു ഇഷ്ടത്തിന്. ഉണ്ണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് അവർക്കൊരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്തതാണ്. ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നന്നായി ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് തീ ചൂടൊക്കെ തട്ടി കഴിയുമ്പോൾ കശുവണ്ടി കയ്യിൽ കിടന്ന് പൊട്ടാൻ തുടങ്ങും. പൊട്ടലും ചീറ്റലൊക്കെ വരും. അതിൻ്റെ നെയ്യെന്ന് പറയും, നെയ്യ് പുറത്തേക്ക് ഇങ്ങനെ വരും. അത് മേലൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ നല്ല പൊള്ളൽ കിട്ടും. പിന്നെ എനിക്ക് ആ സമയത്ത് ഉണ്ടായത് ഇതിൻ്റെ ഈ പുക വന്നിട്ട് ഭയങ്കര ചുമയായി. ചുമന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ചുമയായി പോയി. എനിക്ക് തീരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക്. അത് അങ്ങനെ ഒരു നമ്മൾ വീടിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടുണ്ടായ പ്രശ്നമാണ് കേട്ടോ. പുറത്തായിരുന്നെങ്കിൽ പുക വന്നിട്ടുള്ള ബുദ്ധിമുട്ട് വന്നിരുന്നില്ല. എന്നാലും അങ്ങനെ ചെയ്തു. സംഭവം ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അകലെ പിടിച്ചിട്ട് വേണം ഇതിങ്ങനെ വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, മേലേക്കൊക്കെ ആകാം. വലിയൊരു വടി വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞും പോവും. ഇതിങ്ങനെ നമ്മളൊരു സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. നമുക്കതിന് ഇത്ര സമയം വെച്ച് ഇത്ര ഇതെന്ന് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. നന്നായി തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് തീ എന്ന് പറയുമ്പോൾ വലിയ എന്താ പറയുക, മുട്ടി വിറകൊന്നും വെച്ച് കത്തിക്കൊന്നും വേണ്ട, കുറച്ച് ഓലപ്പൊടിയൊക്കെ മതി. അത്രയിട്ട് വെച്ച് കത്തിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ചൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇതിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അത് നന്നായി ഇളക്കി കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. ഞാൻ നല്ല ദൂരം പിടിച്ചിട്ടാണ് ഇളക്കിയിട്ടുള്ളത്. എനിക്ക് നല്ല ടെൻഷനായിരുന്നു, എങ്ങാനും കയ്യോ കാലോ കൊള്ളൂ എന്നുള്ളത്. ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുകയെന്ന് പറയാൻ പറ്റില്ലേ. അങ്ങനെ അന്ന് ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളാണ്, അങ്ങനെ പറ്റാതിരിക്കുക നമ്മുടെ കാരണന്മാരെ ശ്രദ്ധിക്കും. പിന്നെ ഇനി അഥവാ എന്തെങ്കിലും പറ്റിയത് തന്നെ നമുക്ക് വേറെ റിസ്ക് ഒന്നുമില്ല, അതും പറഞ്ഞ് വാന്ന് പറഞ്ഞിട്ടിരിക്കുക. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ സാഹചര്യം മാറി, നമ്മളാണ് ഇപ്പോൾ കാരണവരുടെ സ്ഥാനത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഉണ്ണികളുടെ അടുത്ത് ആരും ഇങ്ങോട്ട് വരരുത് കേട്ടാന്ന് പറഞ്ഞ് ഒരു വാണിംഗ് കൊടുത്തിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് തന്നെ നിന്നത്. ഡോറൊക്കെ അടച്ചിട്ട് ഞാൻ ഇതായി കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലാസ്റ്റ് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. ഒറ്റ കൈ കൊണ്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീഡിയോ എടുക്കുന്നതൊക്കെ. എൻ്റെ മോനെ ഒന്നും ഞാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ ഒരു സ്റ്റേജ് വരെയും ഭയങ്കര റിസ്ക്കിയാണ്. ഇത് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭാവം മാറാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു കശുവണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് തല്ലി നോക്കിയപ്പോൾ അത് പാകം ശരിയായിട്ടില്ല. പിന്നെ കുറച്ച് നേരം കൂടി ഒന്നും കൂടി ഇളക്കി നിന്നിട്ട് എടുത്തു. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് തന്നെ പിന്നെ അത് ഒന്നും കൂടി കരിഞ്ഞ പോലെയായി പോകും, വേവ് കൂടിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. അപ്പം ഞാനെടുത്തത് മുഴുവൻ വേവ് ശരിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ചും കൂടി വേവ് കൂടിയുണ്ട്, മുറിച്ചിൽ കുറച്ചും കൂടി കൂടിയുണ്ട് കേട്ടോ ഉള്ളിൽ. അങ്ങനെ ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പോഴത്തേനാണ് ഞാൻ സേഫായി നമ്മൾ എന്നുള്ളൊരു ഘട്ടത്തിൽ വീഡിയോ മോനെ കൊണ്ട് ഇടിപ്പിച്ചത്. അതുവരെ ഞാൻ തന്നെ ഒറ്റ കൈ വെച്ചെടുത്തിരുന്നു. അപ്പോൾ ഗ്ലൗസൊക്കെ എന്തിനായിട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പശയാണ്. നമ്മളെ കയ്യിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ആകുമ്പോൾ കുഴപ്പമില്ല, കൂടുതലാവുന്നതോറും ഈ പശ കയ്യിലായിട്ടൊന്നും പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് കൈ നന്നായി പൊള്ളും, തൊലി പറഞ്ഞു പോകും. കുറേ ദിവസം തൊലി ഇങ്ങനെ അടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. നമ്മളിത് കുറേ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 7, 8, 9 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിലൊക്കെ കുറേ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഈ കശുവണ്ടി തിന്നാനുള്ള ഭ്രാന്തിനൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കശുവണ്ടി കഴിക്കണതുകൊണ്ട് നമുക്ക് എല്ലാ കടകളിലും ഇത് ഈസി ആയിട്ട് കിട്ടാവുന്നൊരു ഐറ്റം. അപ്പോൾ അന്നൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഗ്ലൗസൊക്കെ ഇട്ട് ചിരട്ട തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആയുധം. ചിരട്ട കൊണ്ട് തല്ലി അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് എല്ലാവരും കഴിച്ചു. ഇതിലധികം കൂടുതലുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല.